ഹലോ, നമ്മുടെ കമ്മ്യൂണിക്കേഷൻസിനെ പറ്റിയിട്ടാട്ടോ ഞാനിന്ന് പറയാൻ പോകുന്നത്. നമ്മൾ നല്ല ഇൻറ്റൻഷനിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും കുഴപ്പങ്ങൾ സംഭവിക്കാം. പിന്നെ നമുക്ക് പറയേണ്ടുന്ന കാര്യങ്ങൾ ചിലപ്പോൾ കറക്റ്റായിട്ട് അവിടെ ചെന്നിട്ടുണ്ടാവില്ല. എക്സാമ്പിൾ, വാട്സപ്പ് മെസ്സേജസ്. ഈ വാട്സപ്പ് മെസ്സേജസ് നമ്മൾ അയക്കില്ലേ, ടൈപ്പ് ചെയ്തിട്ട്, അതും ഇംഗ്ലീഷിലുള്ള ട്രാൻസ്ലിട്രേഷൻ എന്ന് പറയും അല്ലേ അതിനെ, മലയാളം വാക്കുകൾ വി വിൽ ജസ്റ്റ് ടൈപ്പ് ഇറ്റ് ഇൻ ഇംഗ്ലീഷ് ആൻഡ് സെൻഡ്. എന്ത് ഭാഷയാണിടോ അത്! എനിക്ക് ഒരു വിധത്തിലും എനിക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല. ഞാൻ സംസാരിക്കുമ്പോൾ ഞാനും അങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ അത് ഞാൻ ഇവിടുന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് വായിക്കും. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ. അത് അവിടെ ചെല്ലുമ്പോൾ വേറെ രീതിയിലൊക്കെയാണ് അവർ വായിക്കുക. കാരണം ഞാൻ വിശേഷം തരുന്നത് ചിലപ്പോൾ എച്ച് ഉണ്ടാവില്ല, പിന്നെ കോമ ഉണ്ടാവില്ല. സോ അവിടെ വായിക്കുന്നവർക്ക് അത് മനസ്സിലാക്കിയെടുക്കാൻ വളരെ പ്രയാസമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? പലരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, അയ്യോ ഇതെങ്ങനെയാണ് വായിച്ചെടുക്കുക. അപ്പം ഞാൻ ശരിയാണല്ലോ, എനിക്ക് ഇവിടുന്ന് വായിക്കുമ്പോൾ എനിക്ക് കറക്റ്റ് തോന്നുന്നുണ്ട്. പക്ഷേ അവിടെ ചെന്ന് അവർ വായിക്കുന്നവർക്ക് അത് മനസ്സിലാകുന്നില്ല. എനിക്ക് ഒട്ടും പിടികിട്ടാത്ത ചില കാര്യങ്ങൾ ഞാൻ പറയട്ടെ. ഇങ്ങടെ എന്നൊക്കെ പറഞ്ഞിട്ട് അയക്കും, ഓര് എന്നൊക്കെ പറയും. അവർ സംസാരിക്കുന്ന അതേ ഭാഷയിൽ നമ്മൾക്ക് കാസർഗോഡ് മുതൽ നമുക്ക് ട്രിവാൻഡ്രം വരെ വേറെ സ്ലാങ്സ് ആണ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും അല്ലേ? അവർ പറയുന്നത് നമുക്ക് മനസ്സിലാവണ്ടേ? നമ്മൾ കൊച്ചിയിലുള്ളവരാണെങ്കിൽ നമുക്ക് ആ കൊച്ചിയിലുള്ളവരുടെ സ്ലാങ് തന്നെ മനസ്സിലാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ വാട്ട് ദേ ആർ ഇൻറ്റൻറ്റിങ് എന്ന് മനസ്സിലാകുന്നത്. അതേപോലെ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ട് ആ മെസ്സേജിൻ്റെ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ടാവും അതിൻ്റെ ആൻസർ. അതിന് മുമ്പേ അവർ വേറെ മെസ്സേജ് അയക്കും. അപ്പോൾ ഈ മെസ്സേജിൻ്റെ ആണോ ആ ടൈപ്പ് ചെയ്ത ആൻസർ ചിലപ്പോൾ റൂഡ് ആൻസേഴ്സ് ആയിട്ടൊക്കെ തോന്നും കേട്ടോ. സോ ഞാൻ എസ്പെഷ്യലി ഞാൻ റിലേറ്റീവ്സിന് വാട്സപ്പ് മെസ്സേജസ് അയക്കുകയാണെങ്കിൽ ഞാൻ വോയിസ് നോട്ട്സ് ആണ് അയക്കുക. വോയിസ് നോട്ട്സ് അയക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ എന്താ ഇൻറ്റൻറ്റ് ചെയ്തതെന്നുള്ളത് നമ്മുടെ ഭാഷയിൽ പറയുമ്പോൾ നമ്മുടെ സ്വരത്തിൻ്റെ അത് മോഡുലേഷൻസ് പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലേ, വാട്ട് വി ആർ ഇൻറ്റൻറ്റിങ് ടു. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ടൈപ്പ് ചെയ്ത് വിടുമ്പോൾ ശരി ഇംഗ്ലീഷിൽ തന്നെ ടൈപ്പ് ചെയ്യാണ്. ഫോർ മൈ ഇംഗ്ലീഷ് ആൻഡ് മൈ യൂസേജ് ഓഫ് ഇംഗ്ലീഷ് മൈറ്റ് ബി ഡിഫറെൻറ്റ് ഫ്രം ദ അതർ പേഴ്സൺസ് ഹൂ ഈസ് റീഡിങ് ഇറ്റ് ഔട്ട് ദെയർ. അപ്പോൾ അവർ പെർസീവ് ചെയ്യുന്ന അർത്ഥം വേറെ ആയിരിക്കും. പിന്നെ ചില സമയത്ത് കുത്ത് കോമയൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ ഓക്കെ എന്നടിക്കുന്നതിന് പകരം എല്ലാവരും കെ എന്നൊക്കെ അടിക്കും. അതൊക്കെ കുറച്ച് എൻ്റെ അച്ഛനെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ ചിലപ്പോൾ മനസ്സിലാവില്ല, ഇതെന്തൊന്നും നീ കെ എന്ന് അടിച്ചേക്കണം. ചിലപ്പോൾ പെട്ടെന്ന് ബിസി ആയിട്ട് ആ ഒരു ലാംഗ്വേജ് ഉണ്ടല്ലോ, ഒരു ഭാഷയുണ്ട്, വാട്സപ്പ് ഭാഷ. അത് കറക്റ്റായിട്ട് എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പോൾ അറിയാൻ പാടില്ലാത്തവർ ചിലപ്പോൾ അതിന് തെറ്റായിട്ട് വ്യാഖ്യാനിച്ചേക്കാം ഇല്ലേ? തോന്നുന്നില്ലേ? തെറ്റായിട്ട് ചിലപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ പെർസീവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? ആ കട്ടപ്പുക തന്നെ. അതായത് ആളുകൾ നമ്മൾ വിചാരിക്കും, എന്താ ഇത് ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്, എന്താ ഇതിൻ്റെ അർത്ഥം എന്ന് ചോദിക്കും. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്ന കമ്മ്യൂണിക്കേഷൻസിൽ നമ്മൾ കുറച്ചും കൂടി സുതാര്യത വരുത്തണം. പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച് ലിപ്സ് തുറന്ന് സംസാരിക്കണം. അതായത് സൗണ്ട് വന്നിട്ട് ഉള്ളിലിട്ടിട്ട് സംസാരിക്കരുത്. അപ്പോൾ ഒരുപാട് എന്താ പറയുക, മോഡറേറ്റ് ആയിട്ടുള്ള വർത്തമാനം പറയണവരായിരിക്കാം. പക്ഷെ അവരുടെ വായിൽ നിന്ന് ഇങ്ങനെ വെളിയിലോട്ട് വാക്കുകൾ വരാത്തതുകൊണ്ട് കേൾക്കുന്നവർക്ക് അത് മനസ്സിലാവില്ല എന്താണെന്ന്. അടുത്ത് ചെന്ന് ചോദിക്കേണ്ടി വരും. സോ കുറച്ച് വർക്ക്, എന്നാൽ ഒരുപാട് വർക്ക് ഉച്ചത്തിൽ വാങ്ങാൻ പാടില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പണ്ട് ഞാൻ എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു ഉച്ചത്തിൽ സംസാരിക്കുക എന്നുള്ളത്. അത് വളരെ റൂഡാണെന്ന് അരവിന്ദ് പറയുന്നത്. എറ്റിക്കറ്റേ അല്ല, അത് സോഷ്യൽ എറ്റിക്കറ്റ് അല്ല. യു ഷുഡ് ജസ്റ്റ് കീപ്പ് യുവർ ഡെസിബിൾ ലിറ്റിൽ ബിറ്റ് ഡൗൺ. അതായത് നമുക്ക് ഉള്ള ഡെസിബിളിനേക്കാൾ കൂടുതൽ താഴെ ആയിരിക്കണം നമ്മൾ സംസാരം, എന്നാലേ പൊലൈറ്റായിട്ട് തോന്നുള്ളൂ. പക്ഷേ ഈ ഓവർ പൊലൈറ്റായിട്ട് സംസാരിക്കുന്ന ആൾക്കാർ പൊലൈറ്റ്ലി ദേ വിൽ ബി, അതായത് ഭയങ്കര സൗണ്ട് കുറച്ചിട്ടും റൂഡസ്റ്റ് ആയിട്ടുള്ള കാര്യമായിട്ടും ആയിരിക്കും പറയുന്നത് കേട്ടോ. അത് കേൾക്കുന്നവർ അതെന്താ കുഴപ്പം എന്ന് വിചാരിച്ചേക്കാം. അതേസമയം നമ്മൾ ലൗഡായിട്ട് സംസാരിക്കുന്നവർ ബഹുമാനത്തോടു കൂടിയായിരിക്കും അവർ കാര്യം പറയുന്നത്, പക്ഷേ അത് റൂഡായിട്ട് കാണും കേട്ടോ. മനസ്സിലാകുന്നില്ലേ ഞാൻ പറയുന്നത്? ദാറ്റ് ഈസ് ഒരു മോഡറേറ്റ് ലെവലിലുള്ള സൗണ്ട് ആയിരിക്കണം നമ്മുടേത് നമ്മൾ സംസാരിക്കുമ്പോൾ. അപ്പോൾ ഈ വാട്സപ്പ് കമ്മ്യൂണിക്കേഷൻസ് കൊണ്ട് ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. അതേപോലെ ഫോട്ടോസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ. എന്തിനാണ് നിങ്ങളുടെ ഒരു ഫ്രണ്ടിന് എപ്പോൾ നോക്കിയാലും എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫോട്ടോസ് അയച്ചുകൊണ്ടിരിക്കുക?
അവർക്കതിന് ചിലപ്പോൾ അവർക്കതിന് റിയാക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ ഓൾറെഡി ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഞാനൊക്കെ അങ്ങനെയാണ്. ഞാൻ ചോദിക്കും, എനിക്ക് അയക്കണം കേട്ടോ, എനിക്ക് അവിടുത്തെ സീനറി അയക്കണം, എനിക്ക് അവിടെ റീലിട്ട് അയക്കണം എന്നൊക്കെ ഞാൻ പറയും. അങ്ങനെ പറയുന്നവർക്ക് കൊടുക്കുക. കാരണം അവർ ദേ എൻജോയ് ഇറ്റ്. ഞാൻ ഇരുന്ന് നോക്കുവേ, എല്ലാവരും അങ്ങനെയല്ല എന്നാണ് ഞാൻ പറയുന്നത്. ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല എന്ന്. എനിക്ക് അയക്കുന്നവരോട് ഞാൻ അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തൊക്കെ ഞാൻ വാങ്ങിക്കും സീനറിയും. അത് ഞാൻ എപ്പോഴും ഇൻസ്റ്റഗ്രാമിൽ ആരെങ്കിലും ഫോട്ടോസ് ഇട്ടാലൊക്കെ എനിക്കിഷ്ടമാണ് കാണാനും ഒക്കെ ആയിട്ട്. എല്ലാവരും അങ്ങനെ ആയിരിക്കില്ലേ? അപ്പോൾ നമ്മൾ ഇടിച്ചു കയറി നമ്മളുടെ ഈ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ, എസ്പെഷ്യലി ഈ വാട്സപ്പ് ഗ്രൂപ്പ്സ് ഉണ്ടല്ലോ, ഈ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ്, LKG ഫ്രണ്ട്സ്, UKG ഫ്രണ്ട്സ്, പിന്നെ വന്നിട്ട് 10ാം ക്ലാസ് ഫ്രണ്ട്സ്, പിന്നെ ഡിഗ്രി ഫ്രണ്ട്സ്, ഗ്രാജുവേഷൻ ടൈമിൽ, അണ്ടർ ഗ്രാജുവേഷൻ ടൈമിൽ, ഇങ്ങനെ പല ഗ്രൂപ്പ്സാണ്. നമ്മൾ പല കോളേജസിലൊക്കെയാണ് പഠിച്ചത്, പല സ്കൂൾസിലാണ് പഠിച്ചതെങ്കിലും മിനിമം ഒരു 4-5 ഗ്രൂപ്പ് ഉണ്ടാവും. I am telling you, just better not to interact in the groups. അങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ പറയും നിങ്ങൾ സോഷ്യൽ ബീയിങ് അല്ലേ, അതുകൊണ്ടല്ല. നമ്മൾ അതിനകത്തൊരു പിക്ചർ ഇട്ട് കഴിഞ്ഞാൽ അതിൽ കാണുന്ന ഒരു 40 പേരോ 30 പേരോ ഉണ്ടെന്ന് വിചാരിക്കും. എല്ലാവർക്കും നമ്മളെ ഇഷ്ടമാവണമെന്നില്ല കേട്ടോ. എൻ്റെ അഭിപ്രായം കേട്ടോ ഞാൻ പറയണേ. യു മൈറ്റ് ഡിഫർ, അതിനെന്താ, നമ്മുടെ ഫ്രണ്ട്സ് അല്ലേന്ന്. ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് 30 പേരുണ്ട്. പക്ഷെ ഞങ്ങൾ LKG മുതൽ 10th വരെ, അതായത് 12 years we were together. അങ്ങനെയുള്ളൊരു ഗ്രൂപ്പുണ്ട്. അവിടെ നമ്മൾ വളർച്ച കണ്ടുകൊണ്ട് വരികയാണ്. അതിനകത്ത് വലിയ കുഴപ്പങ്ങൾ ഇല്ല. ഞാൻ നോക്കിയിട്ട് അവിടെയും ഉണ്ട്, കുഴപ്പങ്ങൾ ഉണ്ടാവും കേട്ടോ. ഞാനിപ്പോൾ എൻ്റെ യൂട്യൂബൊക്കെ അയക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ അവർക്ക് നേരമൊന്നുമില്ല കാണാനായിട്ട്. ഞാൻ അയക്കാറില്ല. അത് കാരണം ഞാൻ ആദ്യമൊക്കെ അയക്കുമായിരുന്നു, കുറച്ചൊന്ന് റീച്ച് കിട്ടാനും. അവർ എന്താ പറയുക, അവരൊന്നും എന്തെങ്കിലുമൊക്കെ പറയണമെന്നൊക്കെ. ഇപ്പം എനിക്ക് മനസ്സിലായി, അത് I am just entering into their social space. It is not at all, എന്താ പറയുക, it's not correct going inside and ഇത് കാണൂ എന്ന് പറയണത് ശരിയല്ല അല്ലേ. നമ്മൾ ഇതിനകത്ത് സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. കാണുന്നവർ യൂട്യൂബ് ഫോർവേഡ് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ അത് കണ്ടാൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ ചെയ്യട്ടെ. പേഴ്സണൽ സ്പേസിൽ ഇൻട്രൂഡ് ചെയ്യുന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ വാട്സപ്പ് മെസ്സേജസ്ക്ക് റിപ്ലൈ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു കൂട്ടരുണ്ട്, ഞാൻ അയച്ചിരുന്നല്ലോ ഒരു ഫോർവേഡ്, അത് നിങ്ങൾ കണ്ടില്ലേ. ചിലപ്പോൾ എൻ്റെ ഒരു ടേസ്റ്റിനുള്ള ഒരു ഫോർവേഡ് ആയിരിക്കില്ല അത്. മേ ബി അബൌട്ട് സം ഹെൽത്തോ, ചിലപ്പോൾ എനിക്ക് അതായിരിക്കില്ല ഇൻട്രസ്റ്റ്. മേ ബി സം ഡയറ്റ് പ്ലാനോ എനിക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലായിരിക്കും, ഞാൻ തുറക്കില്ല. അതേസമയം ഞാൻ ലൈഫിനെ പറ്റി സംസാരിക്കുന്ന വീഡിയോ അയക്കുമ്പോൾ ചിലർക്ക് അത് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ലൈഫൊക്കെ അതിൻ്റെ പാട്ടിന് പൊക്കോളും, എന്ത് സോഷ്യൽ എറ്റിക്കറ്റ് ഇതൊക്കെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചിലർക്ക് തോന്നുന്നുണ്ടാവും. സോ അങ്ങനെയുള്ളവർ അതും കാണില്ല. അപ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ബെറ്റർ ടു റിഫ്രെയിൻ ഫ്രം നോട്ട് സെൻഡിങ് ദിസ് വാട്സപ്പ് ഫോർവേഡ്സ് കേട്ടോ. ആ ഫോർവേഡ്സ് അങ്ങനെ അയച്ച് പോകുമ്പോൾ ഈ ചിലർക്ക് ഇഷ്ടമായിന്ന് വരില്ല. ഇപ്പം നിങ്ങളുടെ പാപ്പ എങ്ങനെ ചേച്ചി നിങ്ങളുടെയൊക്കെ റീച്ച് ആവണമെന്നുള്ളത്, അത് ഇഷ്ടമുള്ളവർ പോയി കാണുമ്പോൾ നമുക്ക് റീച്ച് വരും കേട്ടോ. അല്ലാതെ നിങ്ങൾ അയക്കുമ്പോൾ ഒരു വലിയ ഉപദേശകൻ അയച്ചേക്കുന്നത് ഇവരെന്തോന്ന് പറയുന്നത് അങ്ങനെ പറയും ചിലർ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എൻ്റെ സ്പീച്ച്. സോ യു വിൽ ബി ഷെയറിങ് ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ് ഓർ റിലേറ്റീവ്സ്. അവർക്ക് ഇഷ്ടമാവണമെന്നില്ലല്ലോ. അപ്പം നിങ്ങളെ അവർ കുഴപ്പമായിട്ട് കാണും, ഇവരെന്തോ അയച്ചേക്കുന്നത്, കണ്ടു നോക്കൂ എന്ന് പറയാം എന്നല്ലാതെ ഇങ്ങനെ ഫോർവേഡ്സ് അവരുടെ ഫോണിലേക്ക് അയക്കുകയോ, അവർക്ക് ഇഷ്ടമല്ലെങ്കിൽ അയക്കണ്ട കേട്ടോ. അതേപോലെ തന്നെ ഗുഡ് മോർണിംഗ് മെസ്സേജസ്, ഗുഡ് ഈവനിങ്, ഗുഡ് നൈറ്റ്, ഭക്ഷണം കഴിച്ചോ, ഇതൊക്കെ അവോയ്ഡ് ചെയ്യുക. കാരണം ഇത് ഒരു ഫോണിലൊരു സ്പേസ് ഉണ്ട്, അതിരുന്ന് കുത്തിയിരുന്ന് ഞാനൊക്കെ എന്തോരം മെസ്സേജസ് ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാവോ, കുത്തിയിരുന്നിട്ട്. അങ്ങനെ എനിക്ക് ആവശ്യമുള്ളതും കുറേ പോയിട്ടുണ്ട്. ബിക്കോസ് ഓഫ് ദിസ് ഐ ഹാവ് ടു ഗീവ്. എത്ര നേരം കൊണ്ടെന്ന് നമ്മളുടെ ടൈം കൺസ്യൂമിങ് ആണ് ഇതൊക്കെ. സോ ഇറ്റ് ഈസ് ബെറ്റർ. നമ്മൾ പണ്ട് ഇതൊന്നും ഇല്ലാതിരുന്നപ്പോൾ എല്ലാവരെയും വിളിച്ച് ഫോൺ ചാർജബിൾ ആയിരുന്ന ഒരു സമയമുണ്ട് പണ്ട്. ഇൻകമിങ് കോൾസ് വരെ ചാർജബിൾ ആയിരുന്നു എനിക്കൊക്കെ. ഞാൻ ഫസ്റ്റ് എടുത്തപ്പോൾ ഐ വാസ് എ ബഡിങ് അഡ്വക്കേറ്റ് ആയിരുന്ന സമയത്ത് ഞാൻ കോടതിയിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ കണ്ടുപിടിക്കണമെങ്കിൽ ഒരു സ്ഥലം നമ്മൾ ഇരിക്കുന്നില്ല, നമുക്കൊരു ലാൻഡ് ഫോൺ ഫെസിലിറ്റി ഒന്നും ജൂനിയർ ലോയേഴ്സിനില്ല. സോ എൻ്റെ മോളെ ചെറുതായിരുന്നു, അപ്പോൾ എനിക്കൊരു ജോലിക്കാരിയാണുള്ളത്, അവൾക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിക്കണമല്ലോ എന്ന് വെച്ച് ലാൻഡ് ഫോണിൽ നിന്ന് അവർക്ക് വിളിക്കാമല്ലോ എന്നെന്ന് പറഞ്ഞിട്ട് അത്യാവശ്യത്തിന് മാത്രമേ വിളിക്കാവുള്ളൂ എന്ന് പറഞ്ഞ് ഞാനൊരു മൊബൈൽ ഫോൺ എൻ്റെ കൂടെ കൊണ്ട് നടന്നിരുന്നത്. RPG എന്തോ ആണെന്ന് തോന്നുന്നു ആ സമയത്ത്. അത് ഇൻകമിങ് കോൾസിന് വരെ 2 minutes 3 minutes ഒക്കെ ആയിരുന്നു. വളരെ പ്രയാസമായിരുന്നു അതൊക്കെ. അപ്പോൾ 3 minutes 3 rupees അങ്ങനെ എന്തായാലും 50 രൂപയൊക്കെ ആവും ഒരു കോള് വന്നു കഴിയുമ്പോഴേക്കും. അത് കാരണം വളരെ കുറച്ച് അന്നൊക്കെ ആൾക്കാർ ചെയ്യും. അന്നൊക്കെ നമ്മൾ ഈ ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ് ഒന്നും നമ്മൾ പറയാറില്ല. ഫ്രീ കോൾസ് വന്നതിൽ പിന്നെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ വാട്സാപ്പ് ചാറ്റ്സും അതും ഇതൊക്കെ വന്നതിൽ പിന്നെ ആളുകൾ ദേ ആർ എവ്രിവെയർ എവ്രി ഡേ ഇൻ ടു സമ്മൺസ് ലൈഫ്. യു ജസ്റ്റ് ഡോണ്ട് ഹാവ് യുവർ ഓൺ ടൈം ഓർ യുവർ ഓൺ എന്താ പറയുക, നിങ്ങളുടെ ആ ഒരു ചെറിയ സ്പേസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന സ്പേസിനകത്തേക്ക് ടിങ് 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 മെസ്സേജസ് അല്ലേ? ആവശ്യമുണ്ട് അത്?
എപ്പോഴും ആവശ്യമില്ല. അത് എപ്പോഴെങ്കിലും വിളിച്ചിട്ട് തിരക്കുക, എപ്പോഴെങ്കിലും വിളിച്ചിട്ട് മക്കളെ ആണെങ്കിൽ പിന്നെ ഡെയിലി വിളിക്കുന്നതിൽ തെറ്റില്ല. മക്കളും വളരെ തിരക്കുകളിലൊക്കെ ആണെങ്കിൽ അവരുടെ ഓഫീസ് ടൈമിലൊക്കെ വിളിക്കാണ്ടിരിക്കുക അല്ലേ. നമ്മളും ഓഫീസിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ആരെങ്കിലുമൊക്കെ തുരുതുരാന്ന് വിളിച്ചുകൊണ്ടിരുന്ന നമ്മൾ കോടതിയിലൊക്കെ നിൽക്കുമ്പോൾ വൈബ്രേഷൻ മോഡിലായിരിക്കണം കേട്ടോ ഫോൺ ഇടുന്നത്. അല്ലെങ്കിൽ വൈബ്രേഷൻ മോഡ് അല്ലെങ്കിൽ ക്ലിങ് ഒരു സൗണ്ട് കേട്ടാൽ തന്നെ ജഡ്ജസ് വിൽ ബി വെരി റൂഡ്. കാരണം അവരുടെ ജോലി ചെയ്ത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ അവിടെ പോയി നിന്നിട്ട് കാഷ്വലി, ബിക്കോസ് ആ വർക്ക് വിൽ ബി ഓൺലി കമ്മിങ് ആഫ്റ്റർ ഹൺഡ്രഡ്സ് ഓഫ് ദ കേസസ് വിച്ച് ദേ ആർ ഗോയിങ് ടു ഹിയർ. അപ്പോൾ അവർ വൺസ് ദേ ഫിനിഷ് ദാറ്റ് 100 കേസസ്, ours will be 101. നമ്മൾ മറ്റുള്ള കേസസ് കണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട് വി ക്യാൻ വെയിറ്റ് ഇൻ ദ കോർട്ട് ഹോൾ. ഹൈക്കോർട്ടിലെ കാര്യമാണ് പറയണേ. അങ്ങനെ പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന സമയത്ത് വി ഷുഡ് അഡ്ഹിയർ ടു ദി പ്രോട്ടോകോൾ അല്ലേ. നമ്മൾ അവിടെ പോയി ഇരുന്നിട്ട് ഫോൺ കോൾസ് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ എന്തോ ആയിരിക്കും, ബസ് എന്ന് പറഞ്ഞ സൗണ്ട് ആയിരിക്കും അല്ലേ, റെസ്റ്റോറൻറ്റ് പോലെ. ക്യാൻ ഹി കോൺസെൻട്രേറ്റ് ഇൻ ഹിസ് വർക്ക്? വളരെ പീസ്ഫുൾ ആയിട്ട് ചെയ്യേണ്ട ജോലിയല്ലേ ജുഡീഷ്യറി എന്ന് പറയണേ. സോ അവർ വഴക്ക് പറയും. സോ അതൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അത് തന്നെയായിരിക്കണം നമ്മൾ സെയിം എറ്റിക്കറ്റ് നമ്മളൊന്ന് പബ്ലിക് പ്ലേസസിൽ, മെട്രോസിലും ബസ്സസിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ ഒന്ന് യൂസ് ചെയ്ത് നോക്കൂ. നമ്മുടെ ശാന്തമായിരിക്കും ലൈഫിൽ. അല്ലെങ്കിൽ കട എന്തൊരു സൗണ്ടാണ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. ഞങ്ങൾ ഇന്നലെ ബാംഗ്ലൂരിലായിരുന്നു. രാമേശ്വരം, ഇന്നും ബാംഗ്ലൂരാണ്, രാമേശ്വരം കഫേ എന്ന് പറഞ്ഞിട്ടൊരു കഫേയിൽ പോയി. മൈ ഗോഡ്, ഈ ഭയങ്കര ടേസ്റ്റി ഫുഡാകട്ടോ അവിടെ. ഈ ഇടയ്ക്ക് അവിടെ ഒരു ബ്ലാസ്റ്റൊക്കെ ഉണ്ടായ കാരണം കുറച്ച് കുറഞ്ഞു, ആൾക്കാർക്ക് പേടിയായിപ്പോയി. എന്തോ ഒരു മിസ്ഹാപ്പ് അവിടെ നടന്നിരുന്നു ഈ ഇടയ്ക്ക്. അതുകൊണ്ട് അധികം പേര് ഇപ്പം ഇല്ല അത്ര, അല്ലെങ്കിൽ ക്രൗഡഡ് ആയിരിക്കുന്നത്. ഈ ഇങ്ങനെ ഇപ്പം ചക്കപ്പഴത്തിൽ ഇങ്ങനെ ഈഴ വന്നിരിക്കുന്നു പറയില്ലേ, അതുപോലെ ആൾക്കാർ ഇങ്ങനെ വരുന്നത്. പക്ഷെ അവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള തിണ്ണയൊക്കെ കെട്ടിയിട്ടുണ്ട്, നല്ല രസമുണ്ട്. ഞങ്ങൾ അവിടെ പോയിരുന്ന് കഴിച്ചു. അപ്പോൾ സൗണ്ട് ഭയങ്കര ഒച്ചയാണ്, ഇങ്ങനെ കാതിലിങ്ങനെ എന്നുള്ള സൗണ്ട്. മനുഷ്യരുടെ സൗണ്ടാണ്. ഓരോരുത്തർ സംസാരിക്കുകയാണ് ഓരോരോ ഗ്രൂപ്പായിട്ട് ഇരുന്നിട്ട്. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ നമുക്കൊന്ന് സൈലൻസ് വേണമെന്ന് തോന്നിപ്പോകും ചിലപ്പോൾ കേട്ടോ. ഇവിടുത്തെ ആൻറ്റി പറയായിരുന്നു, അയ്യോ ഞാനവിടെ ചെന്നിട്ട് എൻ്റെ കാതിലിങ്ങനെ, അങ്ങനെ ഇവർ തനിയെ ഇരിക്കണം ഇവിടെ. അപ്പോൾ അവർക്ക് എപ്പോഴും ആ സ്പേസ് ഉണ്ട്. അവർ നാമം ജപിക്കുന്നത്, അവരവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ദേ മേ നോട്ട്, പ്രായമായവർക്ക് ചിലപ്പോൾ ഇഷ്ടമായെന്ന് വരില്ലല്ലേ. അതല്ല ഞാൻ പറഞ്ഞു വന്നത്. ഓൾവേസ് സൗണ്ട് എപ്പോഴും ബൂന്ന് സൗണ്ട് ആക്കി കഴിഞ്ഞാൽ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ ഈ വാട്സപ്പിൻ്റെ മെസ്സേജസ് ടിങ് 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 എന്ന് വന്നുകൊണ്ടിരിക്കും. എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ വരും കേട്ടോ. ബട്ട് ദാറ്റ് ഐ ഹാവ് ചോസൺ മൈസെൽഫ് ദാറ്റ് ഐ വുഡ് ലൈക്ക് ടു ഡൂ ദിസ് എന്ന്. അതുകൊണ്ടാണ് ഐ എം ഓപ്പൺ ഫോർ ദാറ്റ്. എല്ലാവരും അങ്ങനെ അല്ലല്ലോ. ചിലർക്കൊന്നും ഇങ്ങനെ മെസ്സേജസ് വരുന്ന ഇഷ്ടമുണ്ടാവില്ല. എനിക്ക് ഐ ആം ഓക്കെ വിത്ത് ഇറ്റ്. ഐ ലൈക്ക് ടു ഹിയർ പീപ്പിൾസ് വോയിസസ് ആൻഡ് ഐ വുഡ് ലൈക്ക് ടു അഡ്രസ് ദർ കൺസേൺസ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എനിക്ക് കുഴപ്പമില്ലാത്തവർക്ക് അയക്കാം. പക്ഷേ ആര് എന്ത് പെർസീവ് ചെയ്യുന്നുള്ളത് സൂക്ഷിച്ച് വേണം നമ്മൾ മെസ്സേജസ് അയക്കാനായിട്ട്. തെറ്റിദ്ധരിക്കപ്പെടാൻ വളരെ വളരെ എളുപ്പമാണ് ഈ സോഷ്യൽ മെസ്സേജസ് അയക്കുമ്പോൾ, ടൈപ്പ് ചെയ്ത മെസ്സേജസ് അയക്കുമ്പോൾ. പിന്നെ വേറെന്തൊരു ടോപ്പിക്ക്, ഈ പേരിടുന്ന കാര്യം. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വീഡിയോയിൽ ഒരാൾ ചോദിച്ചിരുന്നു, ഹൈക്കോടതി എന്ത് അധികാരം വെച്ചിട്ടാണ് പേരിടുക എന്ന്. ഒരു കുട്ടിക്ക് ഹൈക്കോടതി പേരിട്ടു എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിലൊരു പേരൻസ് പാർസി എന്ന് പറഞ്ഞിട്ടൊരു റൂളുണ്ട്. ഹൈക്കോർട്ട് ക്യാൻ ബി ദി ഗാർഡിയൻ ഓഫ് എ ചൈൽഡ് ആൻഡ് നെയിം എന്ന് പറഞ്ഞിട്ടൊരു റൂളുണ്ട്. ആ റൂൾ വെച്ചിട്ടാണ് ഹൈക്കോർട്ട് ആ കുട്ടിക്ക് പേരിട്ടത്. ചോദിച്ച ആൾ കേൾക്കുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഫോർ ഹിം. ആ ആൻസർ ഇതിൻ്റെ ഇടയിൽ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ, കേൾക്കുമായിരിക്കും എപ്പോഴെങ്കിലും. പിന്നെ ഞാനൊരു റീൽ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ്, ഹൈക്കോർട്ട് ഹസ് നെയിംഡ് ചൈൽഡ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ഞാൻ ആ റൂളിനെ പറ്റി കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ കമ്മ്യൂണിക്കേഷനെ പറ്റി ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ സ്പേസിനകത്ത് നമ്മളിരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും എല്ലാവരെയും അറിയിക്കണം എന്നില്ല എന്നും കൂടെ ഞാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ഇഫ് യു ആർ ഗോയിങ് ടു ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്തു പോയി, അത് നമ്മൾ എല്ലാ ഗ്രൂപ്പിലും നമ്മൾ ഇടണോ? അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ തന്നെ ആണെങ്കിൽ ഓക്കെ, ഒരു ഗ്രൂപ്പിലുള്ള ഫ്രണ്ടിൻ്റെ എല്ലാ ഗ്രൂപ്പ്സിലും അങ്ങ് ഇടുവത്രേ. പിന്നെ രാവിലെ തന്നെ എഴുന്നേറ്റ് കുറേ പൂവിൻ്റെയും കായിൻ്റെയും ഒക്കെ ഫോട്ടോസ് ഉണ്ട്, ഗുഡ് മോർണിംഗ് വെച്ചിട്ടുള്ള അതും ഫോർവേഡ് ചെയ്യും. ഡോണ്ട് ഡൂ ദിസ്. ഇതിൽ നിന്ന് നിങ്ങളൊന്ന് റിഫ്രെയിൻ ചെയ്യണം കേട്ടോ. ഇത് ഒരു സോഷ്യൽ എറ്റിക്കറ്റിൻ്റെ ഭാഗമായിട്ട് എടുക്കണം. ബിക്കോസ് ഞാൻ പറഞ്ഞ പോലെ ഫോൺസ് ക്ലീൻ ചെയ്യാൻ, ഫോൺസ് ക്ലട്ടേർഡ് ആകും.
യൂസ് യുവർ സ്പേസ് വൈസ്ലി. നിങ്ങളൊരു വീട് പണിതിട്ട് അതിൻ്റെ മണ്ടയ്ക്കും താഴെയും ഒക്കെ ചെടികൾ നിറച്ച് കൊതുകായിരിക്കും. അതിൽ ആ കൊതുകും ജേംസും ഒക്കെ വന്ന് കൂട്ടുകൂടുകയും അത് നിങ്ങൾക്ക് കാരണം നിങ്ങൾക്ക് മാറ്റാൻ സമയമില്ല, വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ദിവസവും നിങ്ങൾക്ക് ആൾക്കാർ ചെടികൾ അയച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെ ഒന്ന് സ്നേഹിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ചെടി സ്നേഹിയാണെന്ന് പറഞ്ഞതുകൊണ്ട് എവിടെ വെക്കും എന്ന് നിങ്ങൾക്ക് അറിയില്ല അല്ലേ? കുറച്ചപ്പോൾ എടുത്ത് കളയേണ്ടി വരില്ലേ? അതുകൊണ്ടാണ് പറയുന്നത്, കളയാൻ വേണ്ടിയിട്ടുള്ള ഗിഫ്റ്റ് എന്തിനാണ് കൊടുക്കുന്നത് അല്ലേ? മെസ്സേജസ് ആണെങ്കിലും കാലത്തും വൈകുന്നേരം നിങ്ങൾ അവരെ സ്നേഹിക്കുന്നുണ്ട്, ഓക്കെ ഫൈൻ, പുട്ട് ഇറ്റ് ആസ് യുവർ വാട്സപ്പ് സ്റ്റാറ്റസ് ആൻഡ് കീപ്പ്. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ ഗുഡ് ഈവനിങ് ഫ്രണ്ട്സ് എന്ന് സ്റ്റാറ്റസ് മാറ്റിക്കോളൂ. ഡോണ്ട് സെൻഡ് ദം മെസ്സേജസ്, 1-on-1 മെസ്സേജസും ഗ്രൂപ്പിലും മെസ്സേജസും ഇടരുത്. പിന്നെ റിലീജിയസ് മെസ്സേജസ്, ചില 3 തരത്തിലുള്ള ആൾക്കാരുണ്ടാകാം. അങ്ങോട്ടും ഇങ്ങോട്ടും വിഷ് ചെയ്യുന്നതൊക്കെ ഓക്കെ ആണെന്നുള്ള ഗ്രൂപ്പിൽ മാത്രം. പക്ഷെ ഇപ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ഹിന്ദുക്കളും മുസ്ലിംസും ക്രിസ്ത്യൻസും ഒക്കെ വേറെയാണെന്ന് ധരിക്കുന്ന മണ്ടന്മാർക്ക് വേണ്ടിയാണ് ഞാൻ പറയുന്നത്. എന്നാൽ നിങ്ങൾ ഹാപ്പി ക്രിസ്മസും ഹാപ്പി ഈദും ഒന്നും അയക്കണ്ട, നിങ്ങൾ എത്തിസ്റ്റ് ആയിക്കോളൂ. അങ്ങനെയുള്ളവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ പറയണം. അല്ലാത്തവർ കംഫർട്ടബിൾ ആവണവർ അയച്ചോളൂ. കാരണം ഞാൻ പല ഗ്രൂപ്പിലും, ഈ റെസിഡൻഷ്യൽ ഗ്രൂപ്പിലൊക്കെ ഇല്ലേ, അവരുടെ വെള്ളത്തിൻ്റെ കാര്യവും പിന്നെ അതിനൊക്കെ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്ന ഗ്രൂപ്പ്സാണ് അത്. അതിനകത്ത് മുഴുവൻ ഇങ്ങനത്തെ ഫോർവേഡ്സ്, മൂവിയെ പറ്റിയിട്ടും പിന്നെ അല്ലെങ്കിൽ ദേ ആർ നോട്ട് ഇൻട്രസ്റ്റഡ് ടു നോ അബൌട്ട് മൂവീസ് ഫ്രം ദിസ് റെസിഡൻസ് ഗ്രൂപ്പ്. ദേ മൈറ്റ് ബി ഇൻട്രസ്റ്റഡ് ടു നോ വെദർ ദ കറണ്ട് സപ്ലൈ, ദ ഇലക്ട്രിസിറ്റി സപ്ലൈ is on or not. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ അഭികാമ്യം. അല്ലെങ്കിൽ വെള്ളമുണ്ട് എവിടെയെങ്കിലും, കാറ് കൊണ്ട് അങ്ങോട്ട് പോകാതെ, അല്ലെങ്കിൽ അവിടെ ട്രാഫിക് ഉണ്ട്, യു ക്യാൻ റീറൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യില്ലേ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഗ്രൂപ്പ്സ് ഉപയോഗിക്കുക. അതർവൈസ് ഇറ്റ് ഈസ് വെരി എന്താ പറയുക, ഇറിറ്റേറ്റിംഗ് ആണ് ആൾക്കാർക്ക്. ചില സമയത്ത് അവർക്ക് കേൾക്കണ്ട നിങ്ങളുടെ റിലീജിയസ് ടോക്സ് ഒന്നും, അവർക്ക് ഇഷ്ടാവില്ല. കാരണം അവരുടെ റിലീജിയനിൽ അവർക്കുണ്ടാകാം അവരുടേതായ രീതികളും അവരുടേതായ പ്രെയറും എല്ലാം ഉണ്ടാകാം. So why are we bothered? മനസ്സിലായോ? വൈ ആർ വി ബോദർ ടു ഗീവ് ദം? ഞാൻ ഒരു സംഭവമാണ് എന്ന് പറഞ്ഞ് നമ്മളെ ചെയ്യണ്ടല്ലോ. ഇപ്പം ഞാൻ ഇതിൽ പറയുന്നതെന്ന് വെച്ചാൽ ഐ ഹാവ് ചോസൺ ദിസ് പ്ലാറ്റ്ഫോം ടു ടെൽ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നല്ലതാണ്, ആ ഒരു സ്ഥലത്ത് പോകുമ്പോൾ ഒരു നല്ല വൈബ്സ് ഉണ്ടെന്നൊക്കെ. അത് നിങ്ങളെല്ലാം വാട്സപ്പ് ഗ്രൂപ്പിലും അങ്ങനെ ഇട്ടുകൊണ്ടിരുന്നാൽ അവർക്ക് ഇഷ്ടാവില്ലായിരിക്കും കേട്ടോ, ഇഷ്ടമാവില്ല തന്നെ. എന്തിനാണ് അതിന് പോകുന്നത്? എൻ്റെ അച്ഛനില്ലേ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിലെ ഒരു സ്റ്റുഡൻറ്റാണ്, എല്ലാം ഞങ്ങൾക്ക് അയച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ പകുതി നോക്കൂല. അത് കാരണം നല്ലത് അയക്കുമ്പോഴും കാരണം അച്ഛൻ അയക്കുന്ന ഫോർവേഡ്സ് ഒന്നും ചിലപ്പോൾ ഞങ്ങൾക്ക് ഇഷ്ടമായെന്ന് വരില്ല. അപ്പോൾ നമ്മൾ തുറക്കൂല, വെറുതെ ക്ലട്ടേർഡ് ആക്കണ്ട, അതങ്ങ് കളഞ്ഞു. അച്ഛൻ ചോദിക്കും നീ അത് അന്ന് കണ്ടില്ലേ, അത് കണ്ടോ, അങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ അച്ഛൻ ഫീൽസ് വെരി ബാഡ് വെൻ ഐ സേ നോ, കണ്ടില്ല. അപ്പോൾ അമ്മ പറയും നിങ്ങളെന്താ അച്ഛനെ ഇൻസൾട്ട് ചെയ്യണേന്ന്. ഞങ്ങൾ അച്ഛനെ എങ്ങനെ ഇൻസൾട്ട് ചെയ്യണം, അത് വേണ്ടാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ ഫോഴ്സ്ഫുള്ളി അത് കാണിക്കുകയാണ്. അത് നല്ല കാര്യങ്ങളാണ് അതിൽ പറയുന്നത്, ആയിരിക്കാം. അല്ലാതെ ഞാൻ പറയണില്ല, ഇറ്റ്സ് നോട്ട് ഓഫ് മൈ ഇൻട്രസ്റ്റ്. അല്ലെങ്കിൽ എനിക്ക് വേണ്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളാണെങ്കിൽ ഞാൻ കേൾക്കുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എൻ്റെ വാട്സപ്പ് ചാനൽ എൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ നോക്കും, 3500 പേർക്ക് ഇൻട്രസ്റ്റ് ഉള്ളൂ എന്നിൽ. സോ വാട്ട്, അത് അവരുടെ ഇഷ്ടമാണ്. ഇഷ്ടമുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യട്ടെ, കേൾക്കട്ടെ അല്ലേ. ഐ ആം ജസ്റ്റ് ഡോക്യുമെൻറ്റിങ് വാട്ട് ഐ വോണ്ട് ടു സേ ടു ദി വേൾഡ്. എന്തെങ്കിലും ആരെങ്കിലുമൊക്കെ കേൾക്കും, ആർക്കെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടാവും. അതാണ് ഇന്ന്. അപ്പോൾ ബാംഗ്ലൂരിലായതുകൊണ്ട് എനിക്ക് ഇരുന്ന് ചെയ്യാൻ ഒരു സൗകര്യം കിട്ടിയത് ഇപ്പോഴാണ്. ഇറ്റ് ഇസ് നോട്ട് ഈ പറഞ്ഞ പോലെ സ്പേസ് അല്ലേ, നമ്മുടെ കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ പുറത്ത് വന്നിട്ടല്ലേ ചെയ്യുന്നത്. സോ ടേക്ക് ഇറ്റ്. ഓക്കെ, ഐ എം ജസ്റ്റ് ഗോയിങ് ഔട്ട്. എൻ്റെ ഒരു കസിനെ കാണാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അവിടെ സൗകര്യം കിട്ടുക ഐ ടേക്ക് 1 more വീഡിയോ ആൻഡ് കീപ്പ്, ബിക്കോസ് ഐ എം ഗോയിങ് ടു ബി ഓൺ ട്രാവൽ ഫോർ ഫ്യൂ ഡേയ്സ്. അതുകൊണ്ടാണ്. അപ്പോൾ ശരി, പിന്നെ കാണാം. ഐ എം സൈനിങ് ഓഫ്. ബൈ.